പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നന്നാ വൈകിയാണെങ്കിലും ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തെ പ്രഘോഷിപ്പാൻ ഇന്ന് രാത്രിയിലും വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മുടെ കർത്താവിന്റെ ആമേൻ നിത്യ രാജ്യത്വത്തെ കുറിച്ച് ഹല്ലേലൂയ വചനത്തിലൂടെ അതേ നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഈ പാട്ട് ശ്രവിക്കാം. ആമേൻ. ഈ പാട്ട് ഒരു ഗാനം മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു സമർപ്പണം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വെറും വരികളും സ്വരങ്ങളുമല്ല, ആമേൻ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ആമേൻ. ഇന്ന് നാം രാജാവിനെ കുറിച്ച് പാടുന്നത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് അവനെ ഉള്ളിൽ ആമേൻ വാഴിപ്പിക്കുകയാണ്. ആമേൻ. വാക്കുകളിൽ മാത്രമല്ല, ആമേൻ, ജീവിതത്തിൽ അവനെ രാജാവായി അംഗീകരിക്കുന്ന നിമിഷം. ആമേൻ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. മഹത്വത്തിൽ വാഴുന്നു, കുലുങ്ങാത്ത സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. കാലം മാറാ, ലോകം മാറാ, പക്ഷേ അവൻ മാറാത്ത സത്യം. ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം നോക്കുന്നു, അവിടെ അവനായൊരു സ്ഥലമൊരുക്കുന്നു. അഹങ്കാരവും ഭയവും മാറി നിൽക്കട്ടെ, രാജാവകത്ത് പ്രവേശിക്കട്ടെ. ക്രൂശിന്റെ വഴിയിലൂടെ വന്ന രാജാവ് വാളുമായി അല്ല, സ്നേഹവുമായി താഴ്മയിലൂടെ ഉയർന്നവൻ. ത്യാഗത്തിലൂടെ മഹത്വം ധരിച്ചവൻ, നേക്കും വാഴുന്നവൻ. ഇരുണ്ട രാത്രികൾ എത്ര നീണ്ടാലും പ്രഭാതം അവനിൽ നിന്നാണുദിക്കുന്നത്. കണ്ണീർ വീണാലും ആ കണ്ണീരിൽ നിന്ന് സന്തോഷം പിറക്കുന്നത് അവനാൽ തന്നെ. കർത്താവേ, നിന്റെ രാജാവിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമാകട്ടെ. ഭരണം നിന്റേതാകട്ടെ, നീതിയും സമാധാനവും എന്നുള്ളിൽ നിറഞ്ഞൊഴുകട്ടെ. രാജാവ് വാഴുന്നു, ഇന്നും വാഴുന്നു, എന്നേക്കും രാജാവ് വാഴുന്നു, ഇന്നും വാഴുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നേക്കും രാജാവായി വാഴുവാൻ, ഹല്ലേലൂയ, നിത്യരാജ്യത്വം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ആമേൻ, മധ്യാകാശത്തിൽ വരുവാൻ പോകുന്ന ആമേൻ നമ്മുടെ പ്രാണപ്രിയന്റെ ആമേൻ വരവ് ഏറ്റവും അടുത്ത് ആയിരിക്കുന്നു.
ഹല്ലേലൂയ. ആമേൻ. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വരുന്ന ദിനങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ ആമേൻ പങ്കാളികളാകുകയും ചെയ്യുന്ന എല്ലാവർക്കും ആമേൻ, ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. 6 ദിനങ്ങളിലായി ആമേൻ, ഒന്നാം ദിനത്തിൽ യേശുവിന്റെ ജനനവും, രണ്ടാം ദിനത്തിൽ യേശുവിന്റെ ജീവിതവും, മൂന്നാം ദിനത്തിൽ യേശുവിന്റെ ക്രൂശിലെ മരണവും, നാലാം ദിനത്തിൽ യേശുവിന്റെ ആമേൻ അതേ പുനരുത്ഥാനം അഥവാ ഉയർപ്പ്. ആമേൻ. ഹല്ലേലൂയ. അഞ്ചാം ദിനത്തിൽ ആമേൻ മടങ്ങി വരുവും. കൃപയാൽ ഇന്ന് രാത്രി ആമേൻ അതേ നിത്യ രാജ്യത്വവും ആമേൻ അതേ ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ സമയം ദീർഘിച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ രാത്രിയിൽ നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഒരാശയം കേൾക്കുവാനായിട്ടല്ല. ആമേൻ. ഒരു രാജാവിനെ അതേ ഉയർത്തുവാനാണ്, പ്രഖ്യാപിക്കുവാനാണ്. ഈ ലോകത്തിൽ ഉയർന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആരംഭമുണ്ട്. ആമേൻ. ഒരു ഉച്ച സ്ഥിതിയുണ്ട്, പിന്നീട് ഒരു അസ്തമയവും ഉണ്ട്. ഹല്ലേലൂയ. ചരിത്രം അതിന്റെ സാക്ഷിയാണ്. ആമേൻ. എന്നാൽ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ആമേൻ അസ്തമയമില്ലാത്ത ഒരു രാജ്യം. ആമേൻ. തകർച്ച അറിയാത്ത ഒരു സിംഹാസനം, മാറാത്ത, പിന്മാറാത്ത, പരാജയപ്പെടാത്ത ഒരു രാജാവ്. ആമേൻ. ഇത് രാഷ്ട്രീയ ചർച്ചയല്ല, ഇത് ആത്മീയ പ്രഖ്യാപനം. ആമേൻ. ഇത് മനുഷ്യന്റെ കൽപ്പനയല്ല. ആമേൻ. ദൈവത്തിന്റെ നിത്യ നിർണയം. ആമേൻ. ഇന്ന് ഈ രാത്രി നാം ഒരു വാതിൽ തുറക്കുകയാണ്. ആമേൻ. ആ വാതിൽ മഹത്വത്തിലേക്കുള്ളത്, ആ വാതിൽ നിത്യ രാജ്യത്വത്തിന്റെ മഹത്വത്തിലേക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരുക്കൂ, കാരണം രാജാവ് സംസാരിക്കുവാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മഹത്വമുള്ള രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭൂമിയിലെ സിംഹാസനങ്ങൾ മാറിയാലും അവിടുത്തെ സിംഹാസനം നിലനിൽക്കുന്നല്ലോ. രാജാക്കന്മാർ വരികയും പോവുകയും ചെയ്യുമ്പോൾ നിത്യ രാജാവായി ഭരിക്കുന്ന ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, അവിടുത്തെ രാജ്യത്വം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ ആമേൻ ഭരണം ആമേൻ അവിടുത്തേതാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വാക്കുകളിൽ അധികാരം അവിടുത്തേതാകട്ടെ. ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ആമേൻ അതേ ദിശ അവിടുത്തേതാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയെ അഭിഷേകം ചെയ്യണമേ. കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും നിത്യ രാജ്യത്വത്തിന്റെ വിത്ത് നട്ട് വളർത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരെയും സ്വർഗം ആമേൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വചന ശുശ്രൂഷയിലേക്ക് ആമേൻ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ. രാജാവിന്റെ വാക്കുകൾ കേൾക്കാം. ആമേൻ. നിത്യ രാജ്യത്തിന്റെ സത്യങ്ങൾ ആമേൻ മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ആ രാജ്യത്വം സ്ഥാപിക്കപ്പെടാൻ ആമേൻ ഹൃദയത്തെ ഒരുക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമുക്ക് ഹല്ലേലൂയ പ്രവേശിക്കാം. നിത്യ രാജ്യത്വം. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ സഞ്ചരിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ആമേൻ ഹല്ലേലൂയ 7-ാം അധ്യായം ആമേൻ 14-ാം വാക്യം. Thank you Lord Jesus. Glory to God. Amen. Hallelujah. Thank you Jesus. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. സകല വംശങ്ങളും
ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ആമേൻ. അവൻ അധികാരവും മഹത്വവും രാജ്യത്വവും കൊടുക്കപ്പെട്ടു. ആമേൻ. അവന്റെ രാജ്യത്വം ശാശ്വത രാജ്യത്വം ആകുന്നു. അത് ഒരിക്കലും നശിക്കുകയില്ല. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, ആമേൻ, നിത്യ രാജ്യത്വം, ആമേൻ, അതെ, പുതിയ നിയമത്തിൽ പിറന്ന ഒരാശയമല്ല ഇത്. ആമേൻ. അത് ചരിത്രത്തിന്റെ അവസാനത്തിൽ ഉണ്ടായ ഒരു ആകസ്മിക തീരുമാനവും അല്ല. ആമേൻ. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും ആദ്യം പുറപ്പെട്ട നിത്യ പദ്ധതിയാണ്. ആമേൻ. ദാനിയേൽ കണ്ടത്, ആമേൻ, ഒരു സ്വപ്നമല്ല. ആമേൻ. ആമേൻ. ഒരു വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. രാജ്യങ്ങൾ, ആമേൻ, അതേ, മൃഗങ്ങളായി ഉയരുന്നത് അവൻ കണ്ടു. ആമേൻ. ശക്തിയും, ആമേൻ, അധീനതയും കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന അതേ സാമ്രാജ്യങ്ങൾ. പക്ഷേ അവയൊക്കെ താൽക്കാലികം. ആമേൻ. ഒരു രാജ്യം മറ്റൊന്നിനെ തകർക്കും, ഒരു ശക്തി മറ്റൊന്നിനെ മാറ്റും. എന്നാൽ അങ്ങനെ എല്ലാം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ, ദാനിയേൽ ഒരു ദർശനത്തിൽ, ആമേൻ, ഒരു മനുഷ്യപുത്രനെ കണ്ടു. ആമേൻ. അവൻ ഭൂമിയിൽ നിന്നല്ല ഉയർന്നത്. ആമേൻ. അവൻ സ്വർഗ്ഗത്തിന്റെ മേഘങ്ങളിൽ നിന്ന് ആണ് വന്നത്. ഹല്ലേലൂയ. അത്, ആമേൻ, മനുഷ്യന്റെ ഉയർച്ചയല്ല, ഇത് ദൈവത്തിന്റെ നിയമനം. ആമേൻ. അവന് കൊടുക്കപ്പെട്ടു എന്ന് വചനമുണ്ട്. ആമേൻ. അവൻ അത് പിടിച്ചടക്കിയതല്ല. ആമേൻ. അവൻ പിടിച്ചു, ആമേൻ, പറ്റിയതല്ല. അവൻ പിതാവിൽ നിന്ന് അവന് കൈമാറപ്പെട്ട രാജ്യത്വമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ, ആമേൻ, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദേശം ഇപ്രകാരമാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. ഭരണം അവന്റെ തോളിന്മേൽ ആയിരിക്കും. ആമേൻ. അവന്റെ രാജ്യത്വത്തിന്റെ വർധനവിനും സമാധാനത്തിനും അന്തമില്ല. ആമേൻ. യെശയ്യാവ് പ്രവാചിച്ചപ്പോൾ, ഹല്ലേലൂയ, യെശയ്യാവ് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ പോലും രാജാവ് ഇനിയും ജനിച്ചിട്ടില്ലായിരുന്നു. ആമേൻ. പക്ഷേ സ്വർഗം ഇതിനകം അവന്റെ ഭരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ഭരണം അവന്റെ തോളിന്മേൽ. ഇത് ഒരു കിരീടം തലയിൽ വെച്ചതല്ല. ആമേൻ. ഇത് ഉത്തരവാദിത്വം തോളിൽ ചുമന്ന രാജാവാണ്. ആമേൻ. ക്രൂശിന്റെ തൂക്കം പോലും അവൻ ചുമന്നു. ആമേൻ. സമാധാനം സ്ഥാപിക്കാൻ അവൻ തന്റെ ജീവൻ പോലും നൽകി. ആമേൻ. ആ മഹത്വകരമായ ആ രാജാവിനോട് കൂടെയായിരിക്കാൻ, അതേ പ്രത്യാശയോട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രവിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ആയുഷും ആരോഗ്യവും ബലവും നൽകി ആ നല്ല പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചെങ്കിൽ ഇരു കരമടിച്ച് ആ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയരെ, നിത്യ രാജ്യത്വത്തിന്റെ അടിസ്ഥാന സത്യം ഇതാണ്. ഹല്ലേലൂയ. ഇത് വോട്ടെടുപ്പിന്റെ ഫലമല്ല. ആമേൻ. ജനങ്ങൾ തീരുമാനിച്ചതല്ല. ആമേൻ. ഇത് കലാപത്തിന്റെ ഫലമല്ല. അത് രക്തപാതയിലൂടെ നേടിയ അധികാരവുമല്ല. ഇത് പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞത്, ആമേൻ, അതേ, ദൈവം തന്നെ നിറവേറ്റും. ആമേൻ. കാലങ്ങൾ കടന്നു പോകാം. ഹല്ലേലൂയ. പക്ഷേ, ആമേൻ, വാഗ്ദാനം, ആമേൻ, കാലഹരണപ്പെടില്ല. ആമേൻ. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്: രാജ്യം ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നു. ആമേൻ. അതേ, വാഗ്ദാനമായി, വിശ്വാസമായി, പ്രത്യാശയായി. ഹല്ലേലൂയ. ആമേൻ. പിന്നീട് അത് വെളിപ്പെടുന്നു. ആമേൻ. അധികാരമായി, ആമേൻ, മഹത്വമായി, അതേ, ഭരണമായി. ആമേൻ. ഇന്ന് ലോകം
വചനത്തിലാണ് സാമ്പത്തിക വ്യവസ്ഥകൾ തകരുന്നു. സാമ്പത്തിക മൂല്യങ്ങൾ ഇടിയുന്നു. രാഷ്ട്രീയ സിംഹാസനങ്ങൾ മാറുന്നു. പക്ഷേ ദാനിയേൽ കണ്ട രാജ്യത്വം ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അവന്റെ രാജ്യത്വം ശാശ്വതമാണ്. അവന്റെ ഭരണം അസ്തമയമില്ലാത്തതാ. അവന്റെ സമാധാനം അവസാനമില്ലാത്തതാ. ഹല്ലേലൂയ. പ്രിയരേ, ഈ രാജ്യത്വം ഒരു ഭാവി പ്രതീക്ഷ മാത്രമല്ല, ഇത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അവന്റെ ഭരണം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിത്യ രാജ്യത്വം ആരംഭിക്കുന്നു. ആമേൻ. നമ്മുടെ ഭയം അവസാനിക്കുന്നു. നമ്മുടെ കലഹം ശാന്തമാകുന്നു. ആമേൻ. നമ്മുടെ അനിശ്ചിതത്വം ഉറപ്പായി മാറുന്നു. കാരണം രാജാവ് മനുഷ്യപുത്രൻ ആണെങ്കിലും ആമേൻ അവന്റെ അധികാരം സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ആമേൻ. ഇന്ന് ഈ വചനത്തിൽ ആമേൻ ഒരു പ്രവചന ആമേൻ അതേ ശബ്ദം ആമേൻ ചിലരുടെ ജീവിതത്തിൽ അതേ മുഴങ്ങുന്നു. ചിലര് ആമേൻ ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ആമേൻ അവന്റെ വിളി ആമേൻ അതേ തിരിച്ചറിയുന്നു. ആമേൻ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നു. അതേ രാജാവ് വരും എന്നല്ല, ആമേൻ രാജാവ് ഭരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ എന്ന പ്രഖ്യാപനം. അവന്റെ രാജ്യത്വം നശിക്കുകയില്ല. അവന്റെ സിംഹാസനം കുലുങ്ങുകയില്ല. അവന്റെ വാഗ്ദാനം പരാജയപ്പെടുകയില്ല. ആ രാജ്യത്വം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആ ഭരണം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഹല്ലേലൂയ. അവന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാണ്. ഹല്ലേലൂയ. അതാണ് ക്രൂശിൽ സ്ഥിരീകരിച്ചത്. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ആമേൻ 2-ാം ലേഖനം ആമേൻ 8-ാം അധ്യായം 2-ാം ലേഖനം ആമേൻ അതെ 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഫിലിപ്പിയർക്ക് എഴുതിയ ആമേൻ 2-ാം ലേഖനം ആമേൻ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ. ഹല്ലേലൂയ. 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിത മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആമേൻ. ആമേൻ. അവൻ അതെ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അവൻ അനുസരിച്ചു കേട്ടോ. ആമേൻ. അതുകൊണ്ട് ദൈവം അവനെ അത്യുന്നതനാക്കി. ആമേൻ. സകല നാമത്തിന് മേലായ നാമം നൽകി. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവനെ അത്യുന്നതനാക്കി. ആമേൻ. ഹല്ലേലൂയ. എല്ലാ പേരിനും മേലുള്ള നാമം അവന് നൽകി. ആമേൻ. ഇന്ന് ഭൂമിയിലുള്ള ഏത് നാമങ്ങൾക്കും മീതെയുള്ള നാമം നൽകി. ആമേൻ. ആ പിതാവായ ദൈവം തന്റെ പുത്രന് നൽകി. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, അഭിഷക്തന്മാരെ, കൂടപ്പറപ്പേ, കുഞ്ഞേ, ഇവിടെ നാം ഒരു സ്വർഗീയ രഹസ്യം കാണുന്നു. ആമേൻ. നിത്യ രാജ്യത്വം ഒരു യുദ്ധഭൂമിയിൽ സ്ഥാപിതമായതല്ല. ആമേൻ. ഒരു ക്രൂശിന്മേൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആമേൻ. ഭൂമിയിലെ രാജാക്കന്മാർ അധികാരം പിടിക്കാൻ വാളുകൾ ഉപയോഗിച്ചു. ആമേൻ. സിംഹാസനത്തിലേക്കുള്ള അവരുടെ പാത രക്തപാതയായിരുന്നു. ആമേൻ. അവർ ജീവൻ എടുത്തു. ആമേൻ. രാജ്യം പിടിച്ചു. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ഈ രാജാവ് ജീവൻ എടുത്തില്ല, അവൻ ജീവൻ തന്നു. ആമേൻ. അവൻ മരണത്തോളം ആമേൻ ക്രൂശിനെ മരണത്തോളം ആമേൻ അനുസരണമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഇതൊരു വാക്കല്ല, ഇത് രാജ്യത്വത്തിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. അനുസരണം, ആമേൻ, താഴ്മ, ത്യാഗം. ആമേൻ. അവൻ സ്വർഗത്തിലെ ആമേൻ അതെ ആ മഹത്വത്തിലേക്ക് ആമേൻ ഉയരുവാൻ കാരണമെന്താ? ആ അനുസരണമാ, ആ താഴ്മയാ, ആ ത്യാഗമാ. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മഹത്വത്തെ വിട്ട് മനുഷ്യ രൂപമെടുത്ത് ആമേൻ അതേ ദാസന്റെ സ്വഭാവം സ്വീകരിച്ചെന്ന്.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവസാനം ക്രൂശിന്റെ മരണം വരെ അതേ അവൻ അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയരെ, ക്രൂശ് ഒരു അപകടമല്ലായിരുന്നു, ഒരു പരാജയമല്ലായിരുന്നു. ആമേൻ. ഒരു തെറ്റായ കണക്കുകൂട്ടൽ അല്ലായിരുന്നു. അത് ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ഹല്ലേലൂയ. ശത്രു വിചാരിച്ചത് ഇത് അവസാനമാണ്. പക്ഷേ സ്വർഗം പ്രഖ്യാപിച്ചത് എന്താ പ്രിയരെ? ഇത് ആരംഭമാണ്. ഹല്ലേലൂയ. അതെ, ക്രൂശ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോൽവി പോലെ തോന്നി. ആമേൻ. അവൻ മൗനമായി, അവൻ തകർന്നവനെ പോലെ, ആമേൻ, അവൻ ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ. ആമേൻ. പക്ഷേ ആ മൗനം സിംഹാസനത്തിന്റെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആ നിലവാരത്തിലേക്ക് അവനെ ഉയർത്തുവാൻ, ആ സിംഹാസനത്തിലേക്കുള്ള ആ നിത്യരാജ്യത്വത്തിലേക്കുള്ള പടവുകളായിരുന്നു അത്. അതുകൊണ്ട് ദൈവം അവനെ അത്യുന്നതനാക്കി. അത്യുന്നതനാക്കി. ശ്രദ്ധിക്കുക പ്രിയരെ, അതുകൊണ്ട് അവന്റെ താഴ്മയുടെ കാരണം തന്നെയാണ് അതേ ഉയർച്ചയുടെ രഹസ്യം. അവന്റെ അനുസരണത്തിന്റെ ആമേൻ ഫലമാണ് അതേ ആ മഹത്വം. ഹല്ലേലൂയ. അവന്റെ ക്രൂശിന്റെ ഫലമാണ് കിരീടം. ആമേൻ. ഇത് നിത്യ രാജ്യത്വത്തിന്റെ നിയമം. ഹല്ലേലൂയ. താഴ്മയ്ക്ക് ശേഷം ഉയർച്ച, ത്യാഗത്തിന് ശേഷം മഹത്വം, ആമേൻ, ക്രൂശിന് ശേഷം സിംഹാസനം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ക്രൂശിന്റെ അനുഭവമുണ്ടോ? നീ തെറ്റായി മനസ്സിലാക്കിപ്പെട്ടിട്ടുണ്ടോ? നിന്നെ ആരെങ്കിലും ആമേൻ തെറ്റായി ആമേൻ വിമർശിക്കുന്നുണ്ടോ? നീ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? ആമേൻ. പലരും നിന്നെ തടയുന്നതായി, നിന്നെ ഒഴിവാക്കുന്നതായി, നിന്നെ മാറ്റി നിർത്തുന്നതായി, ആമേൻ, നീ ഏകാന്തതയുടെ അനുഭവത്തിലായിരിക്കുന്നു എന്ന് ആമേൻ അതെ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അനുസരണം ആരും കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? കേൾക്കൂ പ്രിയരെ, നിന്റെ ജീവിതത്തിലെ താഴ്ച ആമേൻ ദൈവത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരുക്കമാകാം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരുകൾ ആമേൻ നിന്റെ സാക്ഷ്യത്തിന്റെ വിത്താകാം. ആമേൻ. നിന്റെ മൗനം ആമേൻ നിന്റെ ഭാവിയിലെ അധികാരത്തിന്റെ അടിസ്ഥാനമാകാം. ഹല്ലേലൂയ. അതേ, ക്രൂശ് പരാജയമല്ല, അത് സ്ഥാനക്കയറ്റത്തിന്റെ വാതിലാണ്. ആമേൻ. ദൈവരാജ്യത്തിൽ ഉയരാൻ ആദ്യം താഴേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. അതേ, ഭരിക്കാൻ ആദ്യം സേവിക്കണം. ആമേൻ. മഹത്വം ലഭിക്കാൻ ആദ്യം ത്യാഗം ചെയ്യണം. ആമേൻ. ഇന്ന് ഈ വചനത്തിൽ ഒരു ആത്മീയ ആമേൻ അതേ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനം മൂലം ആമേൻ ചിലരുടെ ജീവിതത്തിൽ ആത്മീയമായി ചില മാറ്റങ്ങൾ, അതേ ഡെലിവറൻസുകൾ അതേ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വേദനയെ ഹല്ലേലൂയ പുതിയ കണ്ണോടെ കാണാൻ, നിന്റെ പരീക്ഷണത്തെ പുതിയ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. അവൻ അനുസരിച്ചു, അതുകൊണ്ട് അവൻ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. നീ അനുസരിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. അതെ, ക്രൂശ് നിത്യ രാജ്യത്വത്തിന്റെ മുദ്രയാണ്. ആമേൻ. ആ മുദ്ര ആമേൻ നിന്റെ ജീവിതത്തിലും പതിയട്ടെ. ഹല്ലേലൂയ. അതെ, താഴ്മയെ ആമേൻ ഭയപ്പെടേണ്ട, ത്യാഗത്തെ ഒഴിവാക്കേണ്ട. കാരണം ക്രൂശിന്റെ വഴിയാണ് ആമേൻ സിംഹാസനത്തിലേക്കുള്ള വഴിയാണ്. ഇന്ന് രാത്രി ആമേൻ ജീവിതങ്ങളിൽ ആമേൻ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ നീ ഒറ്റപ്പെട്ടവനായി തോന്നുന്നുവോ? ഹല്ലേലൂയ. നീ ഏകാന്തതയിലാണെന്ന് തോന്നുന്നുവോ? ഹല്ലേലൂയ. ആമേൻ. നിത്യ രാജ്യത്വം ഇപ്പോൾ ഹല്ലേലൂയ അതേ ആ രാജ്യത്വത്തെ കുറിച്ച് പ്രവർത്തിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം ആമേൻ അതിന്റെ 21-ാം വാക്യം ആമേൻ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ആകുന്നു എന്ന വചനം പറയുന്നത് വായിച്ചാണ്.
ഇതാ ഇവിടെ എന്നും ഇതാ ഇവിടെയെന്നും അതാ അവിടെ എന്നും അതാ അവിടെയെന്നും പറയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അവൻ ഉത്തരം പറഞ്ഞു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, കൂടപ്പിറപ്പ് അഭിഷേകന്മാരെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഇതൊരു വിപ്ലവകരമായ വചനമാണ്. കാരണം ആളുകൾ ചോദിച്ചു, രാജ്യം എപ്പോൾ വരും? അവർ തീയതി അറിയുവാൻ ആഗ്രഹിച്ചു. അവർ ഒരു രാഷ്ട്രീയ മാറ്റം പ്രതീക്ഷിച്ചു. ആമേൻ. അവർ റോമൻ അധിനിവേശം അവസാനിപ്പിക്കുന്ന ഒരു രാജ്യം കാത്തിരുന്നു. പക്ഷേ യേശു അവരുടെ ചിന്തയെ മറിച്ചു. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ആമേൻ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ആകുന്നു. ഹല്ലേലൂയ. അതിന്റെ പൂർണ്ണത ഭാവിയിലാണ്. ആമേൻ. അതിന്റെ പരിപൂർണ മഹത്വം ഒരു ദിവസം വെളിപ്പെടും. ആമേൻ. പക്ഷേ അതിന്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നു. കേൾക്കൂ പ്രിയരെ, രാജ്യം ഒരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പ്രദേശമല്ല. ആമേൻ. അതൊരു ഭൂമിശാസ്ത്ര അതിർത്തിയല്ല. ആമേൻ. അത് ഹൃദയപരമായ അധികാരം. യേശുവിന്റെ ഹൃദയത്തിൽ രാജാവായി വാഴുന്ന നിമിഷം, ആമേൻ, നിത്യരാജ്യം ആരംഭിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ഒരു സിംഹാസനമുണ്ട്. അവിടെ ആരാണ് ഇരിക്കുന്നത്? അഹങ്കാരമോ, ഭയമോ, സ്വാർത്ഥതയോ, അല്ലെങ്കിൽ രാജാവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം ഒരു ഭാവി പ്രതീക്ഷ മാത്രമല്ല. ആമേൻ. ഇത് ഇപ്പോഴത്തെ ജീവിത ശൈലി. ആമേൻ. നീ അനുസരിക്കുമ്പോൾ രാജ്യം പ്രകടമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം, ആമേൻ, കഠിനമായാലും നീ അതെ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ രാജാവ് ഭരണം ആരംഭിക്കുന്നു. ഹല്ലേലൂയ. നീ ക്ഷമിക്കുമ്പോൾ രാജ്യം, ആമേൻ, സാക്ഷ്യപ്പെടുന്നു. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ചവരെ, ആമേൻ, നീ വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗത്തിന്റെ സംസ്കാരം ഭൂമിയിൽ പ്രകടമാകുന്നു. ഹല്ലേലൂയ. നീ വിശുദ്ധിയിൽ നടക്കുമ്പോൾ രാജ്യം ദൃശ്യമായി മാറുന്നു. ഹല്ലേലൂയ. ലോകം അന്ധകാരത്തിലായിരിക്കുമ്പോഴും നിന്റെ ജീവിതം ഒരു പ്രകാശമായി മാറുന്നു. ഹല്ലേലൂയ. രാജ്യം വാക്കുകളിൽ മാത്രമല്ല, അതേ പ്രവർത്തനത്തിൽ, പ്രഖ്യാപനത്തിൽ മാത്രമല്ല. ഹല്ലേലൂയ. അനുസരണത്തിൽ. ആമേൻ. പ്രിയരെ, ചിലർ രാജ്യം വരാനായി കാത്തിരിക്കുന്നു. പക്ഷേ യേശു നമ്മെ രാജ്യം ജീവിക്കുവാൻ വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീട്ടിൽ സമാധാനം സ്ഥാപിക്കുമ്പോൾ രാജ്യം അവിടെ പ്രവർത്തിക്കുന്നു. ആമേൻ. നിന്റെ ജോലി സ്ഥലത്ത് നീ സത്യനിഷ്ഠതയോടെ നിൽക്കുമ്പോൾ രാജ്യം അവിടെ തെളിയുന്നു. നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ നീ മുട്ടുകുത്തുമ്പോൾ രാജാവ് അവിടെ ഭരിക്കുന്നു. ഇത് ഒരു അദൃശ്യ, ആമേൻ, യാഥാർത്ഥ്യം. പക്ഷേ അതിന്റെ ഫലം ദൃശ്യമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ സന്ദേശം രാജ്യം കാത്തിരിക്കാൻ മാത്രമല്ല, രാജ്യം ജീവിക്കുവാനായുള്ള വിളിയാണ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഹൃദയം, ആമേൻ, വീണ്ടും സമർപ്പിക്കൂ. കർത്താവേ, എന്റെ ഉള്ളിലെ സിംഹാസനം നിനക്കാണ് എന്ന്, ആമേൻ, ഹൃദയംഗമായി പറയുവാൻ തയ്യാറാകൂ. അപ്പോൾ ഭാവിയിലെ മഹത്വം, ആ രാജ്യത്തിന്റെ ഒരു, ആമേൻ, അതേ മുൻ രുചി ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാനായി കഴിയും. ഹല്ലേലൂയ. രാജ്യം വരട്ടെ, രാജാവ് വാഴട്ടെ. ആദ്യം നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, വാഴുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിത്യ രാജ്യത്വം ഭാവിയിൽ അതേ പൂർണ്ണാവിഷ്കാരം, ആമേൻ, അതേ വെളിപ്പെടുവാൻ, സംഭവിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. മാർവോട് യോഗം, ആമേൻ, ചേർന്നിരുന്ന യോഹന്നാൻ, ആമേൻ, പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ കയറി ചെന്നപ്പോൾ, ഹല്ലേലൂയ, കൊടുത്ത ദൂത വെളിപ്പാട് പുസ്തകം 11-ാമധ്യായം അതിന്റെ 15-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 11-ാമധ്യായം 15-ാം വാക്യം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന സ്വർഗത്തിൽ
അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ആമേൻ. ലോകരാജ്യം നമ്മുടെ കർത്താവിന്റെയും അവന്റെ ക്രിസ്തുവിന്റെയും രാജ്യമായി മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവൻ എന്നേക്കും രാജാവായി വാഴുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. രാജാവായി വാഴും എന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ലോകരാജ്യം. ഹല്ലേലൂയ. പ്രിയരേ, ഇപ്പോൾ നാം ആത്മീയ ഭരണം അനുഭവിക്കുന്നു. ഹൃദയങ്ങളിൽ രാജാവ് വാഴുന്നു. അദൃശ്യമായ ഒരു ഭരണമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു ദിവസം അത് മറഞ്ഞിരിക്കുന്നതല്ല, അത് സർവ സാക്ഷ്യമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തോടെ നാം സമ്മതിക്കുന്ന രാജ്യത്വം അന്ന് ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ അത് വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതേ സ്വർഗീയ പ്രഖ്യാപനം മുഴങ്ങുന്നു. ലോകരാജ്യം ഇതൊരു ചെറിയ പ്രദേശത്തെ കുറിച്ച് അല്ല, ഇത് സർവ ആമേൻ ഭൗമിക അധികാരത്തെ കുറിച്ചാണ്. രാജാക്കന്മാർ മാറും, സിസ്റ്റങ്ങൾ തകർന്നു വീഴും, പക്ഷേ അവസാന പ്രഖ്യാപനം ഇതായിരിക്കും: അവനെന്നേക്കും രാജാവായി വാഴും. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ ലേഖനം എഴുതി അവരോട് പറഞ്ഞ ദൂതിതാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 24-25 വാക്യം. ഹല്ലേലൂയ. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകും. ആമേൻ. അവൻ സകല ശത്രുക്കളെയും കീഴടക്കി ഭരണം ചെയ്യേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇത് ഭാവിയുടെ ഉറപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ചില ശത്രുക്കൾ ആമേൻ മാരായി തോന്നാം. ഹല്ലേലൂയ. ആമേൻ. അനീതി ഉയരുന്നത് പോലെ തോന്നാം. ആമേൻ. ദുരിതം ജയിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ വചനം പറയുന്നു അവൻ കീഴടക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് സാധ്യതയല്ല, ഇത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ഹല്ലേലൂയ. മരണം അവസാനിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം അവസാന ശത്രു. പക്ഷേ അതുപോലും അവൻ കീഴടക്കപ്പെടുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. അവൻ അനീതി ഇല്ലാതാകും. അവൻ ഇന്ന് നീതി വൈകിയാലും ദൈവത്തിന്റെ നീതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. അതേ ശത്രു പരാജയപ്പെടും. ഇന്ന് അവൻ കുരയ്ക്കാം, ഇന്ന് അവൻ ഭീഷണിപ്പെടുത്താം, പക്ഷേ അവസാന വാക്ക് രാജാവിനാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം ഇടക്കാലത്തിലാണിപ്പോൾ. ഇപ്പോൾ പോരാട്ടമുണ്ട്, ഇപ്പോൾ പരീക്ഷണമുണ്ട്, ഇപ്പോൾ കണ്ണീരുണ്ട്. ആമേൻ. പക്ഷേ ഇത് അവസാന അധ്യായമല്ല. ഹല്ലേലൂയ. നിന്റെ പ്രശ്നം ശാശ്വതമല്ല, നിന്റെ വേദന അന്തിമമല്ല, നിന്റെ കണ്ണുനീർ അവസാന വാക്കല്ല. കാരണം നിന്റെ രാജാവ് നിത്യ രാജാവാണ്. ഇന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് ഇത്രയും കാലം, എന്തുകൊണ്ട് ഇത്രയും പോരാട്ടം? ഓർക്കൂ, ദൈവരാജ്യം ഇപ്പോൾ വിത്തായി പ്രവർത്തിക്കുന്നു, പക്ഷേ ഉടൻ അത് വൃക്ഷമായി വെളിപ്പെടും. ആമേൻ. ക്രൂശിന് ശേഷം ഉയർപ്പ് വന്നതുപോലെ ഇപ്പോഴത്തെ ഇരുണ്ട കാലത്തിന് ശേഷം ഒരു മഹത്വ പ്രഭാതം ഉദിക്കുവാൻ പോകുകയാണ്. ഒരു മഹത്വ പ്രഭാതം വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിത്യരാജ്യത്വത്തിന്റെ ആ പൂർണ്ണാവിഷ്കാരം, നീതിയുടെ പുനഃസ്ഥാപനം, അതേ സമാധാനത്തിന്റെ പരിപൂർണത, അതേ മഹത്വത്തിന്റെ വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. പ്രിയരേ, നീ ആമേൻ തോറ്റിട്ടില്ല, നീ മറക്കപ്പെട്ടിട്ടില്ല, നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. രാജാവ് ഭരിക്കുന്നു, രാജാവ് ജയിക്കും, രാജാവ് എന്നേക്കും വാഴും. അവസാന സിംഹാസനം അവന്റേതാണ്, അവസാന കിരീടവും അവന്റേതാണ്, അവസാന ജയഗാനം അവന്റേതാണ്. ആ മഹത്വ രാജ്യത്തിൽ നമുക്കും പങ്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ നിത്യരാജ്യത്വവും മനുഷ്യനുമായിട്ടുള്ള ആമേൻ ബന്ധമെന്താ?
ഹല്ലേലൂയ. ആമേൻ. ഇത്ര ആവേശത്തോടെ ക്രിസ്തുവിന്റെ ആമേൻ ആ രാജ്യത്വത്തെ കുറിച്ച് ആമേൻ അതേ ആവേശത്തോടെ പറയുമ്പോ ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരുമായിട്ട് ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്താ? പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, ആമേൻ ഈ നിത്യ രാജ്യത്ത് ആമേൻ ഒരു ദൂര ആമേൻ സ്വർഗീയ ആശയം മാത്രമാണോ? അല്ലെങ്കിൽ അതിന് നിന്റെ ജീവിതവുമായി ഒരു നേരിട്ടുള്ള ബന്ധമുണ്ടോ? വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ വായിച്ചാട്ട് ആമേൻ ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് മെസ്സേജ് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ വായിച്ചാട്ട് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ആമേൻ. അവൻ നമ്മെ അന്ധകാരത്തിന്റെ ആമേൻ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി മാറ്റിയെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, അവൻ വിടുവിച്ചു, ആമേൻ, മാറ്റി. ആമേൻ. ഇത് ഭാവികാല വാഗ്ദാനം മാത്രമല്ല, ഇത് ഇതിനകം സംഭവിച്ച ആത്മീയ യാഥാർത്ഥ്യമാണ്. നാം രാജ്യം കാത്തിരിക്കുന്നവർ മാത്രമല്ല, രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടവരാ. ഹല്ലേലൂയ. ഒരു സമയം നാം അന്ധകാരത്തിന്റെ അധികാരത്തിലായിരുന്നു. ഭയം ഭരിച്ചിരുന്ന കാലം, പാപം നിയന്ത്രിച്ചിരുന്ന കാലം, അപരാധ ബോധം അതേ നമ്മളെ ബന്ധിച്ചിരുന്ന കാലം. പക്ഷേ യേശുവിന്റെ ക്രൂശിലൂടെ ഒരു ആത്മീയ മാറ്റം നടന്നു. അവൻ നമ്മെ എടുത്തു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അടിമത്വത്തിൽ നിന്ന് രാജകീയ സ്ഥാനത്തേക്ക്. ഇത് സ്ഥലം മാറ്റം മാത്രമല്ല, അധികാരമാറ്റം. മുമ്പ് പാപം ഭരിച്ചു, ഇപ്പോൾ കൃപ ഭരിക്കുന്നു. മുമ്പ് ഭയം നിയന്ത്രിച്ചു, ഇപ്പോൾ സമാധാനം ആമേൻ നയിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ആമേൻ. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു. ആമേൻ. രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, രാജ്യം പുറം ഭംഗിയല്ല, രാജ്യം ഒരു ചടങ്ങല്ല, രാജ്യം ജീവിതത്തിന്റെ ഗുണനിലവാരം. ഹല്ലേലൂയ. നീതി ദൈവത്തിന് മുന്നിൽ ശരിയായ നില. ആമേൻ. മനുഷ്യർക്ക് മുന്നിൽ സത്യസന്ധമായ നടപ്പ്. ആമേൻ. സമാധാനം പുറത്തുള്ള കൊടുങ്കാറ്റിനിടയിലും അകത്തുള്ള ശാന്തത. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ സന്തോഷം. ആമേൻ. പരിസ്ഥിതികൾ തകർന്നാലും ആത്മാവിൽ ചോരാത്ത ആനന്ദം. ആമേൻ. ഇതാണ് രാജ്യത്വത്തിന്റെ അടയാളം. ആമേൻ. കിരീടമല്ല സ്വഭാവം, സിംഹാസനമല്ല ഉള്ളിലെ മാറ്റം. പ്രിയരെ, നീ സ്വയം എങ്ങനെ കാണുന്നു? ഹല്ലേലൂയ. പരാജയങ്ങളുടെ ചരിത്രമായി, പാപങ്ങളുടെ പട്ടികയായി, മുറിവുകളുടെ കഥയായി വചനം പറയുന്നു. നീ മാറ്റപ്പെട്ടവൻ, നീ വിടുവിക്കപ്പെട്ടവൻ, നീ രാജ്യത്വത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. നീ അടിമയല്ല, രാജകീയ പൗരനാ. നീ പരാജിതനല്ല, അവകാശി. നീ പുറത്താക്കപ്പെട്ടവനല്ല, രാജകുമാരൻ. നിന്റെ പഴയ തിരിച്ചറിയൽ അവസാനിച്ചു. ആമേൻ. നിന്റെ പുതിയ തിരിച്ചറിയൽ രാജ്യത്വത്തിലാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെയല്ല, നീ പുത്രനെ പോലെ. നീ നടക്കുമ്പോൾ ഒരു തോറ്റവനെ പോലെയല്ല, ഒരു അവകാശിയെ പോലെ. ഇന്ന് ഈ സത്യത്തെ ഉൾക്കൊള്ളൂ. നിന്റെ ചിന്ത മാറ്റൂ, നിന്റെ നിലപാട് മാറ്റൂ. കാരണം നിത്യ രാജ്യത്വം ദൂരെയുള്ള ഭാവി മാത്രമല്ല, ഇത് നിന്റെ ഇപ്പോഴത്തെ തിരിച്ചറിയൽ. ആമേൻ. രാജാവ് നിന്റെ പിതാവ്, രാജ്യത്വം നിന്റെ അവകാശം. നീ രാജകീയ കുടുംബത്തിലെ അംഗം. ആ സത്യത്തിൽ നടക്കൂ, ആ സത്യത്തിൽ ജീവിക്കൂ, ആ സത്യത്തിൽ പ്രഖ്യാപിക്കൂ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ നിത്യരാജ്യത്വത്തെ കുറിച്ച് ആമേൻ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ജീവിതവുമായി ആമേൻ ആ നിത്യരാജ്യത്വത്തിന് എന്ത് ബന്ധമാണ്? ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ നാളെ ആമേൻ ആ നിത്യ രാജ്യത്തെ കുറിച്ച് ആമേൻ ഇന്ന് രാത്രി കൃപയാൽ നിത്യരാജ്യത്വത്തെ കുറിച്ചാണ് ആമേൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചത്. ആമേൻ. ദൈവം അനുവദിച്ചാൽ നാളെ ആ നിത്യ രാജ്യം എന്താണ്? ഹല്ലേലൂയ. ആ രാജ്യവും നമ്മളും തമ്മിലുള്ള സമ്മേളനം, ആ രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം ആമേൻ ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും
സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, രാജാതിരാജനായ യേശുവേ, ശാശ്വത സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹത്വ രാജാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വിനയത്തോടെ ഞങ്ങളെ മുറ്റമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമേ. അവിടുന്ന് മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ടപ്പാ. അഹങ്കാരമല്ല, ഭയമല്ല, അനിശ്ചിതത്വമല്ല, അങ്ങ് മാത്രം ഞങ്ങളിൽ വാഴണമേ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിൽ അവിടുത്തെ ഭരണം സ്ഥാപിക്കണമേ. കുഴപ്പങ്ങൾ നിറഞ്ഞ ചിന്തകളെ ശാന്തമാക്കണമേ. വൈരാഗ്യം നിറഞ്ഞ മനസ്സിനെ സ്നേഹത്തോടെ നിറയ്ക്കണമേ. സംശയങ്ങളെ വിശ്വാസമായി മാറ്റണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാന രാജ്യം അനുഭവമാക്കുക ഇന്ന് രാത്രി സ്വർഗം കൃപ ചെയ്യണമേ. അവിടുത്തെ സമാധാനം ഒഴുകട്ടെ. കുലുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കുലുങ്ങാത്ത വിശ്വാസമുള്ളവരായി വാർത്തകൾ ഭയം സൃഷ്ടിച്ചാലും അവിടുത്തെ ആത്മാവ് ഓരോ ജീവിതങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും. അവിടുത്തെ സിംഹാസനം കുലുങ്ങുന്നില്ലല്ലോ കർത്താവേ. ആ രാജ്യം കാത്തിരിക്കുന്നവരായി മാത്രമല്ല, രാജ്യം പ്രതിഫലിപ്പിക്കുന്നവരായി മാറട്ടെ. ഞങ്ങളുടെ ജീവിതം അവിടുത്തെ നീതിയുടെ പ്രതിബിംബമാകട്ടെ. ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ സമാധാനത്തിന്റെ സാക്ഷ്യമാകട്ടെ. ഞങ്ങളുടെ ആത്മാവ് അവിടുത്തെ സന്തോഷത്തിന്റെ പാത്രമാകട്ടെ. രാജാവേ, ഇന്ന് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനം അവിടത്തേക്ക് വസിക്കുവാനായി സമർപ്പിക്കുന്നു. നിത്യരാജാവായ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാണ് നിറയ്ക്കണമേ. അവിടുത്തെ ആ രാജ്യത്വത്തെ കുറിച്ച് കേട്ട ഒരു വ്യക്തി പോലും പ്രത്യാശയില്ലാതെ ജീവിക്കുവാൻ ഇടയാകാതെ എല്ലാവരും പ്രത്യാശയുള്ളവരായി ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ നിത്യരാജ്യത്തിൽ രാജാവിനോട് കൂടെ ഇരിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. രാത്രി സകല ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാൽ മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കുലുങ്ങാത്ത സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. കാലം മാറാം, ലോകം മാറാം, പക്ഷേ അവൻ മാറാത്ത സത്യം. ഇന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം നോക്കുന്നു. അവിടെ അവനായി ഒരു സ്ഥലമൊരുക്കുന്നു. അഹങ്കാരവും ഭയവും മാറി നിൽക്കട്ടെ. രാജാവാ അകത്ത് പ്രവേശിക്കട്ടെ. ക്രൂശിന്റെ വഴിയിലൂടെ വന്ന രാജാവ് വാളുമായി അല്ലല്ല സ്നേഹവുമായി താഴ്മയിലൂടെ ഉയർന്നവൻ. ത്യാഗത്തിലൂടെ മഹത്വം ധരിച്ചവൻ. എന്നേക്കും വാഴുന്നവൻ.
സന്തോഷം പിറക്കുന്നത് അവനാൽ തന്നെ. കർത്താവേ, നിന്റെ രാജ്യം ഈ ജീവിതത്തിൽ പ്രത്യക്ഷമാകട്ടെ. ഭരണം നിന്റേതാകട്ടെ. നീതിയും സമാധാനവും എന്നുള്ളിൽ നിറഞ്ഞൊഴുകട്ടെ. എന്നേക്കും രാജാവ് വാഴുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. അതുവരെ അവിടെ ഇവിടങ്ങളിലായി ദൈവം എല്ലാവരെയും സമാധാനത്തോടെ കാക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.